ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സുമയ്യ ഷുഹ. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് കാത്തിരുന്നൊരു വീഡിയോ ആണ്. സത്യം പറഞ്ഞാൽ ഇത്രത്തോളം പേര് ഇത് കാണുമെന്നോ അല്ലെങ്കിൽ ഇത്രത്തോളം കമൻസ് വരുമെന്നോ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വെറും 2-3 കമൻസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളൂ. ബട്ട് 100 എബോവ് കമൻസ് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് അവരുടെ ക്വാളിഫിക്കേഷനും അവരുടെ ഏത് ജോബാണ് നോക്കുന്നതെന്നും പിന്നെ അവരുടെ ലൊക്കേഷനൊക്കെ പറഞ്ഞാണ്ടൊക്കെ കുറേ കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യൽ നിർബന്ധമാണെന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ചോദിച്ച നിങ്ങൾ കാത്തിരുന്ന നിങ്ങളുടെ ജോബ് വാക്കൻസീസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആപ്പിനെ പറ്റിയിട്ടാണ്. ഓക്കെ, സോ ഞാൻ ഒരുപാട് ലേറ്റ് ആക്കുന്നില്ല, ഓവറായിട്ട് സംസാരിക്കുന്നില്ല, കാര്യത്തിലോട്ട് കിടക്കാം. ഈ ഒരു ആപ്പിൻ്റെ പേര് വരുന്നത് ഇൻഡീഡ് ആപ്പ് എന്നുള്ളതാണ്. ഇതിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ വാക്കൻസീസ് കാണുന്നൊക്കെ കറക്റ്റ് ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഒരു പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാന്നൊക്കെയുള്ള കറക്റ്റ് വേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. സോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണണം. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻഡീഡ് ആപ്പ് ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇങ്ങനെ വരും. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് നമ്മൾ എന്നിട്ട് അതിനുശേഷം ഇവിടെ സൈൻ ഇന്നും ഉണ്ട്, അതുപോലെ ക്രിയേറ്റ് ആൻ അക്കൗണ്ടും. അതിൽ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് നിൽക്കാം. എന്നിട്ട് അതിൽ പോയിട്ടും നിങ്ങളുടെ ജസ്റ്റ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക അതിൽ കൊടുക്കുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്നുള്ളൂ. അല്ലെങ്കിൽ അടിയിൽ ഫോൺ നമ്പർ, ഇമെയിൽ ഉണ്ടാവും, അതിൽ ഏതിലും വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. ഞാൻ കണ്ടിന്യൂ വിത്ത് ഗൂഗിളിലാണ് പോയിട്ടുള്ളതും. എന്നിട്ട് നമ്മുടെ അവിടെ ഫോൺ നമ്പർ കൊടുക്കാനുണ്ടാവും. നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടിയിൽ വെരിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. ആ ഒരു വെരിഫൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് നമ്മൾ കൊടുത്ത നമ്പറിൽ വെരിഫൈ ചെയ്യുമ്പോൾ ആ ഒരു നമ്പറിലോട്ട് നമുക്കൊരു OTP മെസ്സേജ് വരും. അതായത് OTP നമ്പർ വരും, ഒരു 6 സംഖ്യയുള്ള ഒരു ഡിജിറ്റൽ കോഡ് വരുന്നുണ്ടാകും. അപ്പൊ ആ ഒരു കോഡ് കൂടി നമ്മൾ എന്ത് ചെയ്യാം, അവിടെ മെസ്സേജ് ആയിട്ട് വരും. അത് അവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമുക്ക് എന്താണോ വന്ന മെസ്സേജ്, ആ ഒരു OTP നമ്പർ അത് അവിടെ കൊടുത്തിട്ട് സബ്മിറ്റ് അടിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് നമ്മൾ ഇൻഡീഡ് ആപ്പിലോട്ട് പോകും. അതിൽ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് റെസ്യൂം അപ്ലോഡ് ചെയ്യാനാണ്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി, അത് നിർബന്ധമല്ല. പിന്നെ നിങ്ങളുടെ ലൊക്കേഷൻ നിങ്ങൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, കാരണം ആ ലൊക്കേഷനത്തെ എല്ലാ വാക്കൻസീസും നിങ്ങൾക്ക് വരും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ബാക്കി ജോബിൻ്റെ ഏത് ജോബാണോ സെർച്ച് ചെയ്യുന്നത് അത് കൊടുക്കാനുള്ളതുണ്ടാവും. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഓപ്ഷനായിട്ട് അവിടെ എന്ത് കൊടുക്കുക, നിങ്ങൾ ടീച്ചിങ് ആണ് നോക്കുന്നതിന് ടീച്ചർ കൊടുക്കുക. അതിനുശേഷം മിനിമം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന സാലറി എത്ര ചോദിക്കും. അപ്പോൾ അത് ഞാനിവിടെ മിനിമം 20 അടിച്ചു കൊടുക്കുന്നത്. അപ്പം എന്നിട്ട് പെർ മന്ത് അടിച്ചു നോക്കാം. എന്നിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അലോ നോട്ടിഫിക്കേഷൻ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മേ ബി നെക്സ്റ്റ് ടൈം എന്ന് കൊടുത്താൽ മതി. ഡയറക്റ്റ് ഇതാ നമുക്ക് എല്ലാ ജോബ്സും നമ്മൾ ടീച്ചറാണ് അവിടെ കൊടുത്തതും അതുകൊണ്ട് നമുക്ക് ടീച്ചർ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ വാക്കൻസീസും നമുക്ക് എവിടെയാണ് ലൊക്കേഷൻ കൊടുത്തത് അതിന്റെ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലൂടെ ഞാൻ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഈ ഒരു വാക്കൻസി ഒരുപാട് +2 അതുപോലെ ഡിഗ്രി എന്നൊക്കെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഡിഗ്രി മിനിമം ഡിഗ്രി യോഗ്യത ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടീച്ചേഴ്സിന്റെ വാക്കൻസിയാണ് ഈ കാണുന്നതൊക്കെ. നമുക്ക് ഏതെങ്കിലും ഒന്ന് സെർച്ച് ചെയ്തിട്ട് എങ്ങനെ നോക്കാട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ഹൈസ്കൂൾ ട്യൂട്ടർ എന്ന് പറയുന്ന ഒരു വാക്കൻസിയിൽ ഈസിലി അപ്ലൈ എന്ന് പറഞ്ഞ ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇതാ കാണും. ഓക്കെ, അവരുടെ ലൊക്കേഷൻ കൊടുത്തിട്ടുണ്ട്, എവിടെയാണ് അവരുടെ സ്ഥലം വരുന്നത്, എവിടെ എത്രാമത്തെ ഫ്ലോറിലാണെന്നൊക്കെ ഉള്ളതും. പിന്നെ സ്കൂളുകളിലും ഉണ്ടാവും, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങൾ ക്വാളിഫിക്കേഷൻ, നിങ്ങളുടെ റെസ്യൂം നിങ്ങൾ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ബേസ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള നിങ്ങൾക്ക് സ്കൂളുകളിലും അതുപോലെ ഇപ്പോൾ കോളേജസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ വാക്കൻസി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റും. നമ്മൾ റെസ്യൂം ഇവിടെ ക്ലിക്ക് ചെയ്യുന്നില്ല, കൊടുക്കുന്നില്ല, അല്ലാണ്ടാണ് നമ്മളിവിടെ വാക്കൻസീസ് തന്നെ നോക്കുന്നത്. അപ്പോൾ ഇതിൽ കാണാൻ പറ്റും വെറും ഡിഗ്രി മതി എന്നാണ് അവർ പറയുന്നു. ഡിഗ്രിയോ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ മതി എന്നാണ് പറയുന്നത്. BEd മാൻഡറ്ററി അല്ല എന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം പിന്നെ പാർട്ട് ടൈം ആയിട്ടും ഉണ്ട് എന്നൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഓരോ വാക്കൻസീസ് വരുന്നത്. ഇതിൽ അപ്ലൈ നൗ എന്ന് വെക്കിയാൽ നിങ്ങൾക്ക് ഇതിൽ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്ലൈ നൗ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ CV കൊടുക്കാനുള്ള ആ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഞാനിവിടെ ആൾറെഡി സൈൻ ഇൻ ചെയ്ത അക്കൗണ്ട് ആണ്. സോ എനിക്ക് എൻ്റെ CV ഇവിടെ ആൾറെഡി കാണുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, കണ്ടിന്യൂ നിൽക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഇങ്ങനെയാണ് വരുന്നത്, എൻ്റെ ജോബ് ദാറ്റ് ഷോ റെലവൻറ്റ് എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളതിൻ്റെ ജോബ് ടൈറ്റിലും കമ്പനി നെയിം ഒക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ അടിക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവിടെ കണ്ടിന്യൂ അടിച്ച് ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ താല്പര്യമില്ലാത്ത ക്വസ്റ്റ്യൻസിനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് കണ്ടിന്യൂ അടിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, മുന്നോട്ട് പോകാം. ഓക്കെ, പിന്നെ അതിന് ശേഷം ഡയറക്റ്റ് നിങ്ങൾക്ക് പിന്നെ കാണുന്നുണ്ടാവുക ഈ ഒരു നിങ്ങൾ കൊടുത്ത ഡീറ്റെയിൽസിൻ്റെതായിരിക്കും. നിങ്ങൾ റെസ്യൂം ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പം അതൊക്കെ ആയിരിക്കും. എന്നിട്ട് സബ്മിറ്റ് യുവർ ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പം അത് ഡയറക്റ്റ് അവരിലോട്ട് എത്തിയിട്ടുണ്ടാകും. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയാണ് ഓരോ ജോബിനും നമ്മൾ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുന്നുള്ളത്. സോ ഞാനത് ബാക്ക് അടിച്ച് പോവുകയാണ്. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറെ കാര്യം കാണിച്ചു തരാം. ഇങ്ങനെ പോകുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ മുകളിലും ലൊക്കേഷനും ജോബ് ടൈറ്റിലും ഇപ്പോൾ വേറെ എന്തെങ്കിലും ജോബാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. വേറെ ലൊക്കേഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൊക്കേഷനൊക്കെ മാറ്റാം. ഓക്കെ, സെർച്ച് സിറ്റി ഓർ സ്റ്റേറ്റ് എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ ലൊക്കേഷൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്ഥലത്താണോ ജോബ് വേണ്ടതും അവിടെ നിങ്ങൾക്ക് ലൊക്കേഷൻ കൊടുക്കാം. അതിൻ്റെ മുകളിൽ ജോബ് ടൈറ്റിൽ ഉണ്ടാവും. നിങ്ങൾക്ക് വേറെ ഏതേ ജോബിനാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഏത് ജോബ് അടിച്ചു നോക്കാം. അപ്പോൾ ടീച്ചറിനെ ഒന്നുകൂടെ അടിച്ചു നോക്കണം. അപ്പോൾ വേറെ കുറേ ടീച്ചേഴ്സിൻ്റെ വേക്കൻസി പിന്നെ വരുന്നുണ്ട്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്കും ടീച്ചർ ആവാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചിട്ടുള്ള ഒരുപാട് ടീച്ചേഴ്സ് ജോബ് വരുന്നുണ്ട്, വേക്കൻസീസ് വരുന്നുണ്ട്.